ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്ന് നമ്മൾ ഈ ഫംഗ്ഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇത് ഏറ്റവും കൂടുതൽ എക്സലിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടിയാണ്. നമുക്ക് രണ്ട് വാല്യൂസ് തമ്മിലുള്ള ലോജിക്കൽ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് റിസൾട്ട് ഉണ്ട്. ആദ്യത്തേത് ട്രൂവും രണ്ടാമത്തേത് ഫോൾസും. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായിട്ട് ആദ്യം ഫോർമുലാസ് എന്ന് പറയുന്ന ടാബിനകത്ത് ഇവിടെ ഫംഗ്ഷൻ ലൈബ്രറി ഗ്രൂപ്പിൽ ലോജിക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനകത്ത് ഇതാണ് ഈ ഫംഗ്ഷൻ. ഇതിനകത്ത് ഇതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. അതിവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഈഫ് ട്രൂ, വാല്യൂ ഈഫ് ഫോൾസ്. ഈ 3 എണ്ണമാണ് ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ്. പിന്നെ അതിൻ്റെ മീനിങ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചെക്സ് വെദർ എ കണ്ടീഷൻ ഈസ് മെറ്റ് ആൻഡ് റിട്ടേൺസ് വൺ വാല്യൂ ഈഫ് ട്രൂ ആൻഡ് അനദർ വാല്യൂ ഈഫ് ഫോൾസ്. ഇപ്പം ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് രണ്ട് വാല്യൂ റിട്ടേൺ ചെയ്യും. ആദ്യത്തേത് ട്രൂവും രണ്ടാമത്തേത് ഫോൾസും ആയിരിക്കും. ഇനി ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് വിൻഡോ ആണ് വന്നേക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ ആ 3 ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ താഴെ 3 ബോക്സിലായിട്ട് കൊടുത്തേക്കുന്നത്. ആദ്യത്തേത് ലോജിക്കൽ ടെസ്റ്റ്. അതിൻ്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ ടെസ്റ്റ് ഈസ് എനി വാല്യൂ ഓർ എക്സ്പ്രഷൻ ദാറ്റ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ടു ട്രൂ ഓർ ഫോൾസ്. അപ്പം ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ എക്സ്പ്രഷനെയാണ് ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ലോജിക്കൽ ടെസ്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു കോമ ഇടണം. കോമ ഇട്ടതിന് ശേഷമാണ് വാല്യൂ ഈഫ് ട്രൂ എന്നുള്ളതിൻ്റെ അവിടെ ബാക്കിയുള്ളത് കൊടുക്കാനായിട്ട്. ഇനി അടുത്തത് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ വാല്യൂ ഈഫ് ട്രൂ എന്ന് പറയുന്നത് ഈസ് ദ വാല്യൂ ദാറ്റ് ഈസ് റിട്ടേൺഡ് ഈഫ് ലോജിക്കൽ ടെസ്റ്റ് ഈസ് ട്രൂ. ഇപ്പം ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് വാല്യൂ ഈഫ് ട്രൂ എന്ന് പറയുന്നത്. ഇനി വാല്യൂ ഈഫ് ഫോൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് വാല്യൂ ഈഫ് ഫോൾസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഈഫ് ട്രൂവും വാല്യൂ ഈഫ് ഫോൾസും ഇത് രണ്ടും നമ്മൾ ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു കോമയും കൂടെ വേണം. ഇനി നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഈ ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ മന്ത്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ബഡ്ജറ്റഡ് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, ആക്ച്വൽ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നമ്മൾ ഇത്ര എക്സ്പെൻസ് എമൗണ്ട് വരും എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം ശരിക്കും ഉണ്ടായ എക്സ്പെൻസാണ് ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോവാണ്. ബഡ്ജറ്റഡ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണോ ആക്ച്വൽ എക്സ്പെൻസ് എന്നുള്ളത് കമ്പയർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ സ്റ്റാറ്റസ് എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു കോളത്തിൽ നമ്മൾ റിസൾട്ട് വരണം. അപ്പോൾ അത് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫോർമുല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോർമുല ടാബിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് ഫംഗ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ആ ഒരു സെല്ലിൽ ഈക്വൽ എന്നുള്ള സൈൻ വന്നു. ഇപ്പോൾ ഇവിടെ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന വിൻഡോ വന്നു. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഫംഗ്ഷൻ അവിടെ ഈഫ് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ താഴെ ഈഫ് എന്നുള്ളത് താഴെ കിടപ്പുണ്ട്. ഇവിടെ ലോജിക്കൽ എന്നുള്ളതെല്ലാം കാറ്റഗറിയൊക്കെ സെലക്ട് ആയി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഈഫ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് നേരിട്ട് തന്നെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് നോക്കിയ ആ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് വിൻഡോ വന്നിട്ടുണ്ട്. അതിനകത്ത് ആ 3 ആർഗ്യുമെൻറ്റ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയപ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു സെല്ലിൽ ഈ ഫംഗ്ഷൻ എന്നുള്ളത് ടൈപ്പായി വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഇനി നമ്മൾ ഈ 3 ആർഗ്യുമെൻറ്റ്സ് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് ലോജിക്കൽ ടെസ്റ്റാണ്. ഇവിടെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബഡ്ജറ്റഡ് എക്സ്പെൻസ്. അതാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് എക്സ്പെൻസിനേക്കാൾ കുറവ് അല്ലെങ്കിൽ ഈക്വൽ, അത് അങ്ങനെയാണോ ഇല്ലയോ എന്നാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ആ ഒരു ആക്ച്വൽ എക്സ്പെൻസിൻ്റെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് C2 എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ബഡ്ജറ്റഡ് എക്സ്പെൻസിൻ്റെ ആദ്യത്തെ സെല്ല്, അതായത് B2 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യാം. ഇത്രയാണ് ലോജിക്കൽ ടെസ്റ്റിനകത്ത് കൊടുക്കേണ്ടത്. ഇവിടെ അത് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഫോൾസ് എന്ന് കാണാം. കാരണം
ഇവിടെ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ്. അപ്പം ഇവിടെ നമ്മുടെ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ ഫോൾസ് ആണ്, അത് തെറ്റാണെന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ആക്ച്വൽ എക്സ്പെൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബഡ്ജറ്റഡ് എക്സ്പെൻസ് ആണോ എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത് അങ്ങനല്ല, അത് ലെസ് ദാൻ അല്ല, അത് കൂടുതലാണ്. ബഡ്ജറ്റഡ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ എക്സ്പെൻസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ലോജിക്കൽ ടെസ്റ്റ് ഫോൾസ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തത് വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളിടത്ത് നമുക്ക് കൊടുക്കണം. അവിടെ നമ്മൾ നമ്മുടെ കമ്പാരിസൺ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ വരേണ്ടതെന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളിടത്ത് നമ്മൾ ഈ ഒരു ആക്ച്വൽ എക്സ്പെൻസ് ബഡ്ജറ്റഡ് എക്സ്പെൻസിനേക്കാൾ കുറവാണ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വിത്തിൻ ബഡ്ജറ്റ് എന്നാണ് കൊടുക്കേണ്ടതെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അവിടെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ബഡ്ജറ്റ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി വാല്യൂ ഇഫ് ഫോൾസ് എന്നുള്ളിടത്ത് നമ്മൾ ഇവിടെ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓവർ ബഡ്ജറ്റ് എന്നാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് ഓവർ ബഡ്ജറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ വേറെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആ ഒരു വിത്തിൻ ബഡ്ജറ്റ് ഓവർ ബഡ്ജറ്റ് എന്നുള്ളത് ഡബിൾ കോട്ട്സിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് ഫോർമുല റിസൾട്ട് എന്ന് പറയുന്നത് കാണാൻ പറ്റും ഓവർ ബഡ്ജറ്റ് എന്നുള്ളത്. നമുക്കതിൻ്റെ റിസൾട്ട് ആ ഒരു വിൻഡോയിൽ തന്നെ കാണാൻ പറ്റും. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ അതിൻ്റെ റിസൾട്ട് ഓവർ ബഡ്ജറ്റ് എന്ന് വന്നു, കാരണം ആക്ച്വൽ എക്സ്പെൻസ് ബഡ്ജറ്റഡ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണ്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു പ്ലസ് സിമ്പൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴേക്ക് നമുക്ക് ഫുൾ ഈ ഒരു ഫോർമുല നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ളതും വന്നിട്ടുണ്ട്, അതും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ സെല്ലിൽ ആക്ച്വൽ എക്സ്പെൻസ് ബഡ്ജറ്റിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് വിത്തിൻ ബഡ്ജറ്റ് വന്നു. അതിൻ്റെ അടുത്തത് ആക്ച്വൽ ബഡ്ജറ്റിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഓവർ ബഡ്ജറ്റ് വന്നു. അപ്പം നമുക്ക് ഒരു സെല്ലിൽ ഈ ഒരു ഫംഗ്ഷൻ കൊടുത്താൽ ബാക്കിയുള്ള എല്ലാ സെല്ലിലും നമുക്കിത് കോപ്പി ചെയ്ത് നമുക്ക് എല്ലാ സെല്ലിലും ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടും. ഇനി ഇത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കതിൻ്റെ ആ ഒരു ഫോർമുല നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ സെല്ല് വെച്ചിട്ടാണ് നമുക്ക് ചെയ്തതെന്നുള്ളതെല്ലാം ഓരോ സെല്ലും സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും. ഇനി ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേരും മാർക്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിസൾട്ട് പാസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത് വേണം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാസ് മാർക്ക് എന്ന് പറയുന്നത് 25 ആണ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫോർമുല, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ആ സെല്ല് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈക്വൽ സൈൻ കൊടുക്കണം. അതിനുശേഷം ഈഫ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആദ്യം ലോജിക്കൽ ടെസ്റ്റാണ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ മാർക്സും പിന്നെ ഈ പാസ് മാർക്കും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം മാർക്സ് കൊടുത്തേക്കുന്നത് ഈ പാസ് മാർക്ക് ആയിട്ട് ഈക്വൽ അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ പാസ്ഡ് എന്നും പിന്നെ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഫെയിൽഡ് എന്നുമാണ് അതിൻ്റെ റിസൾട്ട് വരേണ്ടത്. അതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ലോജിക്കൽ ടെസ്റ്റിനകത്ത് ആദ്യം നമ്മൾ മാർക്സ് എന്നുള്ളത് ആ ഒരു ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ മാർക്സ് എന്ന് പറയുന്നത് പാസ് മാർക്കിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാസ് മാർക്കിൻ്റെ ആ ഒരു 25 എന്നുള്ള ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കോമ ഇടണം. കോമ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് മാർക്സ് പാസ് മാർക്കിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് പാസ്ഡ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വാല്യൂ ഇഫ് ട്രൂ എന്നുള്ളിടത്ത് നമ്മൾ പാസ്ഡ് എന്ന് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ആ ഒരു എഫക്ട്സ് ബട്ടണിൽ ചെയ്തപ്പം ഡബിൾ കോട്ട്സ് ഒന്നും കൊടുക്കണ്ടായിരുന്നു, കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇവിടെ സെല്ലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഇനി ഒന്നുകൂടെ ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് വാല്യൂ ഇഫ് ഫോൾസ് എന്നുള്ളിടത്ത് ഫെയിൽഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതും ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ. അതിനുശേഷം ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പാസ്ഡ് എന്നുള്ളത്. കാരണം ഇവിടെ 52 എന്ന് പറയുന്നത് 25നേക്കാൾ കൂടുതലായതുകൊണ്ട് അവിടെ പാസ്ഡ് എന്ന് വന്നു. ഇനി നമുക്ക് ആ ഒരു സെല്ലിൽ ആ ഒരു പ്ലസ് സിമ്പൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാ സെല്ലിലും പാസ്ഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ
ഈ 19 എന്നുള്ളത് 25നേക്കാൾ ചെറുതാണ്. പക്ഷേ എന്നിട്ടും അവിടെ ഫെയിൽഡ് എന്ന് കാണിക്കാതെ പാസ്റ്റ് എന്നാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഓരോ സെല്ലും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫോർമുല നോക്കാം. ഇവിടെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ കാണാൻ പറ്റും B2ഉം E2ഉമാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. B2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E2 അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇനി രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ B3യും E3യും തമ്മിലാണ് കമ്പയർ ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ സെല്ലാണെങ്കിൽ B4ഉം E4ഉം തമ്മിൽ കമ്പയർ ചെയ്തു. ലാസ്റ്റ് സെല്ലിൽ E8ഉമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ മാർക്സിൻ്റെ സെല്ല് താഴേക്ക് പോകുന്നതനുസരിച്ചിട്ട് പാസ് മാർക്കിൻ്റെ ആ ഒരു സെല്ല്, ആ ഒരു കോളത്തിലെ സെല്ലുകളും ഓരോ ഫോർമുല അനുസരിച്ചിട്ട് താഴേക്ക് ആ ഒരു സെല്ല് മാറി മാറി വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു റിസൾട്ട് തെറ്റായിട്ട് വന്നേക്കുന്നത്. ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിൽ ബജറ്റഡ് എക്സ്പെൻസിൻ്റെ ആ ഒരു സെല്ല് താഴേക്ക് പോകുന്നതനുസരിച്ച് ആക്ച്വൽ എക്സ്പെൻസിൻ്റെ സെല്ല് മാറി മാറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സാമ്പിളിൽ അങ്ങനല്ല. പാസ് മാർക്കിൻ്റെ ആ ഒരു 25 എന്ന് കൊടുത്തേക്കുന്ന ആ ഒരു സെല്ല് അവിടെ താഴേക്ക് മാറാതെ ഫിക്സ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓരോ സെല്ലും താഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത് ഇവിടെ റിലേറ്റീവ് സെൽ റെഫറൻസ് ആയതുകൊണ്ടാണ്. ഇപ്പം സെൽ റെഫറൻസിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണണം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റിലേറ്റീവ് സെൽ റെഫറൻസിലാണ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓരോ സെല്ലും മാറി മാറി വരുന്നത്. ഇവിടെ ആ ഒരു സെല്ല് ഫിക്സ് ആയിട്ട് അവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവിനെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആക്കി മാറ്റണം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. ആ ഒരു ഫോർമുല ഉള്ള സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ പാസ് മാർക്കിൻ്റെ ആദ്യത്തെ സെല്ല്, അതായത് E2 എന്ന് പറയുന്ന ആ ഒരു സെല്ല് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കീബോർഡിൽ F4 എന്ന് പറയുന്ന ആ ഒരു കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ Eക്കും 2നും മുമ്പിലായിട്ട് ഡോളർ സിമ്പൽ വന്നിട്ടുണ്ട്. അതായത് E എന്ന് പറയുന്ന കോളത്തിനും 2 എന്ന് പറയുന്ന റോയ്ക്കും മുമ്പായിട്ട് ഡോളർ സിമ്പൽ, അതായത് ഈ ഡോളർ സിമ്പൽ രണ്ടിനും മുമ്പായിട്ട് വന്നാൽ ആ ഒരു സെൽ അവിടെ ലോക്കായിട്ട് നിൽക്കും. അതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അതിനായിട്ട് F4 കീ ആണ് പ്രസ് ചെയ്യേണ്ടത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് വരാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റർ അടിക്കാം. അതിനുശേഷം ആ ഒരു പ്ലസ് സിമ്പൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ 19 എന്നുള്ളത് ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ B8ഉം E2ഉം തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്തേക്കുന്നത്. ഇവിടെ ഏത് സെല്ല് നമ്മളിനി സെലക്ട് ചെയ്ത് നോക്കിയാലും ആ ഒരു E2 എന്ന് പറയുന്ന ആ ഒരു സെല്ല് അവിടെ മാറാതെ ഫിക്സ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സലിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ലോജിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്